പണ്ട് അച്ഛമ്മ പറയാറില്ലേ മറ്റേ ആലത്തൂർ ഹനുമാനെ കുട്ടിക്കാലത്തെ അച്ചമ്മയോടൊപ്പം രാത്രി കിടക്കുമ്പോൾ പേടിത്തൊണ്ടിയായി എന്നോട് എപ്പോഴും അച്ചമ്മ പറയും, ഈ നാമം ചൊല്ലിക്കിടന്നാൽ പേടി സ്വപ്നമൊന്നും കാണില്ല, സുഖമായി കിടന്നുറങ്ങാന്ന്. അങ്ങനെ അച്ചമ്മ പറയണതും കേട്ട് ഒന്നും അറിയാണ്ട് ഈ നാമം എത്രയോ രാത്രികൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെന്നറിയോ. അന്ന് നമ്മളെ അറിയാണ്ട് ചൊല്ലിയ ആ ആളെ കാണാനാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നേക്കണത്. നമ്മുടെ ആലത്തൂർ ഹനുമാനെ കാണാൻ. ആ നാമം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. ആലത്തൂർ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കരുതേ, പേടി സ്വപ്നം കാണിച്ചെന്നാൽ പള്ളിവാല് കൊണ്ട് എന്നെ തട്ടി ഉണർത്തണമേ. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. ഇന്നതേ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ആലത്തൂർ ഹനുമാന്റെ അമ്പലത്തിലേക്ക് വന്നേക്കണത്. ശ്രീരാമസ്വാമിയാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഹനുമാൻ സ്വാമി സീതയെ തിരക്കി ലങ്കയിലേക്ക് പോണതിന് മുമ്പ് ഹനുമാന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ശ്രീരാമൻ നൽകിയത് ഇവിടെ വെച്ചെന്നാണ് വിശ്വാസം. ഹനുമാന്റെ സമുദ്ര ലംഘനം അനുസ്മരിക്കുന്നതിന് വേണ്ടിയല്ലോ ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഈ കല്ലുണ്ടല്ലോ, ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ അത് ചവിട്ടാണ്ട് നമ്മൾ അപ്പുറത്തെ മണ്ണിലേക്ക് ചാടണം. അതാണ് ശ്രീലങ്ക. ഇങ്ങനെ ചാടി കിടന്നുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നമ്മുടെ ഭയവും ഒക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദേ എല്ലാവരും ഇങ്ങനെ ചാടിക്കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറ്റാത്തൊരു ദേ ഇങ്ങനെ നടന്നും പോന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ ഒക്കെ ആകർഷിക്കുന്ന ഒരു ചടങ്ങാണിത്. മിക്കവരും ഇത് ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. രാമ ശ്രീരാമ ചാടിക്കോ. ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഹനുമാന്റെ വിഗ്രഹവും വെച്ചിട്ടുണ്ട് കേട്ടോ. 3000 വർഷങ്ങൾക്ക് മുമ്പ് വസിഷ്ഠ മഹർഷിയാണ് ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം കേട്ടോ. ശ്രീരാമന്റെ വിഗ്രഹത്തിന്റെ തൊട്ടടുത്ത് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ വചനങ്ങളും ഉപദേശങ്ങളും കേൾക്കാൻ വേണ്ടി മുന്നോട്ട് ചാഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഹനുമാന്റെ പ്രതിഷ്ഠ ഇവിടെ വരണത്. ശ്രീരാമസ്വാമി ഹനുമാന് അടയാളവാക്യം ഓതി കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മണസ്വാമി അത് കേൾക്കാതിരിക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് മാറി നിന്നു എന്നുള്ള സങ്കല്പത്തിൽ ലക്ഷ്മണന്റെ പ്രതിഷ്ഠ വരണത് നാലമ്പലത്തിന് പുറത്തായിട്ടാണ് കേട്ടോ. അതുകൂടാതെ ഉപദേവതകളായിട്ട് മഹാവിഷ്ണു, അയ്യപ്പനും, ഭദ്രകാളിയും, ഗണപതിയും, നാഗദൈവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസമാണ് കേട്ടോ. നമ്മുടെ ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് ഇതേ വിശാലമായ വലിയൊരു കുളം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുത്ത വെള്ളം. അതിനടുത്ത് തന്നെ ആലും അത്തിയും ചേർന്നിട്ട് ഒരു ആൽത്തറയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ആലും മത്തിയും കൂടി ചേർന്ന് നിൽക്കണ കാരണമാണ് ഇതിന് ആലത്തിയൂർ എന്നുള്ള പേര് വന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള അമ്പലമാണ് കേട്ടോ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം. ഇവിടെ പുറത്ത് ഷോപ്പുകളിൽ ഹനുമാൻ്റെ വിഗ്രഹങ്ങളും ഫോട്ടോസും ഇങ്ങനെ കാറിൽ തൂക്കിയിടാൻ പാകത്തിനുള്ള സംഭവമില്ലേ, ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും മേടിച്ചു. പിന്നെ ഹനുമാൻ്റെ ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ഒരു പ്രത്യേകതരം വിഗ്രഹമാണ് കേട്ടോ, ഇങ്ങനെ മുന്നോട്ട് ചാഞ്ഞ് നിൽക്കണത്. ആ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെ ഹനുമാൻ ശ്രീരാമസ്വാമിയുടെ ഇങ്ങനെ ചെവിയോർത്ത് നിൽക്കണ മാതിരിയുള്ള ഒരു ഫോട്ടോ അല്ലേ. അങ്ങനെ പണ്ട് അച്ചമ്മ പറഞ്ഞത് ഈ ആലത്തൂർ ഹനുമാൻ്റെ അമ്പലത്തിൽ ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അങ്ങനെ ഇനിയും പേടി സ്വപ്നം കാണിക്കാണ്ട് രക്ഷിക്കട്ടെ ഹനുമാൻ. അപ്പോൾ നമ്മുടെ ഈ ആലത്തൂരെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.